കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്ന്. പാതാളത്തിൽ നിനക്ക് ആർ സ്തോത്രം ചെയ്യും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം മരിച്ചുപോയവരുടെ ഒരു കൂട്ടത്തെ, അല്ലെങ്കിൽ മരിച്ചുപോയ പോകുന്ന ഒരു ആത്മലോകത്തെയാണ് ഒരു പാതാളം എന്ന് പറയുന്നത്. അപ്പം പാതാളത്തിൽ പോകുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നീതി ചെയ്യാതെ നീതികേടും ദുഷ്പ്രവർത്തിക്കാരും അക്രമം ചെയ്യുന്നവരും പാതാളത്തിൽ ചെന്ന് വാസം ആകുന്നു. പക്ഷേ സ്വർഗത്തിൽ പോകുന്നവർ അവരെ നിത്യം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നാം വചനങ്ങളിൽ നാം വായിക്കുന്നത്. അതേപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു ധനവാൻ്റെ നിലവിളി നാം പാതാളത്തിൽ വയ്ക്കുന്നു. പാതാളത്തിൽ അവൻ ചെന്നിട്ട് അവിടെ ദൈവത്തെ സ്തുതിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. അവൻ ദാഹത്തിന് വേണ്ടി ഒരു തുള്ളി വെള്ളം ചോദിച്ച് മുറയിട്ട് കരയുന്നതാണ് വചനത്തിൽ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, പാതാളം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് നിലവിളിയുടെയും മുറയിടുതലിൻ്റെയും ഒരു സ്ഥലമാണ് എന്നറിയാം. ഇപ്പം പഴയ നിയമത്തിൽ ഈ മരണത്തെക്കുറിച്ചോ മരണാന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും അധികമായിട്ട് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇത് പുതിയ നിയമത്തിലാണെങ്കിൽ പാതാളത്തിനെക്കുറിച്ചും അതിലെ യാതനകളെക്കുറിച്ചും അതിൻ്റെ സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി വചനങ്ങൾ വരുന്നുണ്ട്. നാം 2 തിമോഥെയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം നിത്യതയെയും ഒരമർത്യതയും വെളിപ്പെട്ട് വരുന്നു, മരണത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്നു എന്ന് കാണാം. പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേദനകളും കണ്ണുനീരുകളും മുറയീടുകളും അധികമുണ്ട്. പക്ഷെ നാം ഈ ലോകം വിട്ടു പോകുമ്പോൾ വീണ്ടും ആ ഒരു മുറവിളിയിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ ദൈവത്തെ തന്നെ ആരാധിച്ച് മുന്നേറിയാൽ, അല്ലെങ്കിൽ ദൈവഹിതമനുസരിച്ച് നടന്നാൽ, ആ ഒരു ധനവാൻ പോയതുപോലെ പാതാളത്തിൽ പോവാതെ ദൈവത്തെ നിത്യം സ്തുതിക്കുന്ന ഒരു സ്ഥലത്ത് പോകാം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പാതാളത്തിൽ ആർ നിന്നെ സ്തുതിക്കും, മരണത്തിൽ ആർ എന്ന് പറയാണ്. പ്രിയ ദൈവമക്കളെ, പാതാളത്തിൽ ആരും സ്തുതിക്കുന്നില്ല. അത് ആയതുകൊണ്ട് നമുക്ക് അവിടെ പോകാതെ ദൈവരാജ്യത്തിൽ പോകുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഞങ്ങൾ കർത്താവ് ഈ സമയം വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അങ്ങയുടെ കരങ്ങൾ തരുന്നു. ഈ ലോക ജീവിതത്തിൽ കർത്താവെ നീ തരുന്ന അനുഗ്രഹങ്ങൾ, കർത്താവെ നീ തരുന്ന ദൈവമേ സൗഖ്യങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും സ്തോത്രം ചെയ്ത് നിൻ്റെ രാജ്യത്തിൽ വരുവാൻ ഒരുങ്ങുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നത് പോലെ നിൻ്റെ സന്നിധിയിൽ വന്ന ദൂതന്മാരോടൊത്ത് ഞങ്ങൾ അവിടെ നിന്നെ ആർത്ത് സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാതാളത്തിൽ ധനവാൻ പോയി കഷ്ടപ്പെട്ടതുപോലെ ആരും അവിടെ പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ. ജീസസ്.